എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഖദീജ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീ യൂസഫ് അലി കേച്ചേരി രചിച്ച് ശ്രീ ബാബുരാജ് മാസ്റ്റർ സംഗീതം ചെയ്ത് ശ്രീ ദാസേട്ടൻ പാടിയ സുറുമയെഴുതിയ മിഴികളെ എന്ന ഗാനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കുറേ റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഗാനം ഇന്ന് തന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ശ്രുതി ജി, അതായത് 5 ഘട്ട എന്ന് പറയാം. രാഗം പഹാഡി. പഹാഡി എന്ന് പറയുമ്പോൾ അത് കർണാട്ടിക് മ്യൂസിക്കിൽ പഹാഡി രാഗം ഇല്ല എന്ന് തന്നെ പറയാം. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലാണ് പഹാഡി ഉള്ളത്. ബാബുരാജ് മാസ്റ്റർ ഹിന്ദുസ്ഥാനിയാണ് ബേസായിട്ട് അദ്ദേഹം ചെയ്യുന്ന പാട്ടുകളെല്ലാം ഹിന്ദുസ്ഥാനിയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ പഹാഡി രാഗത്തിൻ്റെ ആരോഹണങ്ങൾ വളരെ വക്രമായിട്ടുള്ളതാണ്. അപ്പം ഞാൻ 6 വിരൽ ഷഡ്ജമായിട്ടാണ് എടുത്തിരിക്കുന്നത്. സരിഗമപദനി സ ഇങ്ങനെ ഷഡ്ജം എടുത്തിരിക്കുന്നത് 6 വിരലാണ്. ഇതിലാണ് നമുക്ക് വായിക്കാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ അവരോഹണം എന്ന് പറയുമ്പോൾ വക്രമാണ്. എങ്കിലും ഞാനൊരു ഏകദേശം പറയാം. ഗപദ സഗ ഗ സഗമദ നിധ നിധ മപദ മരേ സനിധവ മഗപദ സഗ ഗ നി സ നിധ പദ നിധ പ മഗപദ സ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 12 സ്വരങ്ങളുള്ള ഒരു രാഗമാണ് ആട്ടിടയൻ. കാരണം ആടുകളെ മേയ്ക്കുമ്പോൾ ഓടക്കുഴലിൽ അല്ലെങ്കിൽ പുല്ലാങ്കുഴലിൽ വായിച്ചിരുന്ന രാഗമാണ്. അതിൽ നിന്നാണ് ഈ പഹാഡി രാഗം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാനി പഠിച്ചിട്ട് വായിക്കുന്നതല്ല ആട്ടിടയൻ. അദ്ദേഹത്തിന് മനസ്സിൽ വന്ന എല്ലാ സ്വരങ്ങളും ചേർത്ത് 12 സ്വരങ്ങളും ചേർത്ത് വായിച്ച് ഉണ്ടായ രാഗമാണ് പഹാഡി. അതുപോലെ തന്നെ 12 രാഗമുള്ള ഒരു രാഗമാണ് 12 സ്വരങ്ങളുള്ള ഒരു രാഗമാണ് സിന്ധു ഭൈരവി. ഹിന്ദുസ്ഥാനിയിൽ ഭൈരവി എന്ന് പറയും. അത് പഠിച്ച ആൾക്കാർ വായിക്കുന്ന രാഗമാണ്. ഇത് നാടോടി സംഗീതത്തിൽ നിന്ന് അല്ലെങ്കിൽ ആട്ടിടയൻ്റെ സംഗീതത്തിൽ നിന്ന് ഉണ്ടായത് രാഗമാണ്. അപ്പം ഞാനെൻ്റെ ഫ്രെയിം വായിക്കാം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ സ്വരങ്ങളും ഒരു നാടോടി, ഒരു ഫോക്ക് ഒരു രൂപത്തിൽ നമുക്ക് പഹാഡി രാഗത്തിൽ വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 2 ഫിംഗറിങ്ങിൻ്റെ 2ൻ്റെ ഫ്ലൂട്ടിൽ അതിൻ്റെ മധ്യമം പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ 6 വിരൽ പിടിച്ചാൽ ജി വരും, 5 ഘട്ട വരും. അപ്പോൾ ഇതിനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്.
സാരി ഗമ പദ നി സ സനിധ പ മഗരി സ എന്ന് ജസ്റ്റ് ഞാൻ ശങ്കരാഭരണം രാഗത്തിൽ ആരോഹണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആരോഹണം. അപ്പോൾ ഇതിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ മ്യൂസിക്, ഒരു പിയാനോ ഗിറ്റാറും ചേർന്ന് പദസഗ പദസഗ അങ്ങനെ പിയാനോയിൽ ഇങ്ങനെ വായിക്കും, വെറുതെ താളമില്ലാതെ. അവിടെ നിന്ന് ഹമ്മിങ് കൊടുക്കും. ഗഗമ ഗഗമ ഗരി ഗരി സ ഗഗ ചെറിയ ഗ വലിയ ഗ ഗഗമ ഗഗമ മപമ എന്നൊരു ഗഗമപമ ഗരി ഗരി സ എന്നൊരു പറയാം. ഗ അത് വലിയ ഗ, പിന്നെ ചെറിയ ഗായിന്ന് ഗഗമ ഗഗമപമ ഗരി ഗരി സ. ഫ്ലൂട്ടിൽ വരുമ്പോൾ ഒന്നിട്ട് വായിക്കാം. അവിടെ വീണ്ടും പിയാനോ പദസഗ പദസ, അത് കഴിഞ്ഞിട്ട് പദസഗ പദസ താളമില്ലാതെ പിയാനോ ആണ് വായിച്ചിരിക്കുന്നത്. ഗിറ്റാറും അതിൻ്റെ കൂടെ ചേരാം. പിന്നെ നിധ നിരി നിരി നിധ പ നിധ നിരി നിരി നിധ പ. അപ്പൊ ആദ്യത്തിന് രണ്ടാമത്തെ ചേർന്ന് വായിക്കാം. വീണ്ടും പിയാനോ പദസഗ പദസഗ പദ പദസ ദസ ദ പഗ പദ ഗരി ഗരി ദാസ പദ സദ സദ പഗ പദ സദ സദ പഗ പദ ഗരി ഗരി ദാസ. ഒന്നിട്ട് പറയാം. പദ സദ സദ പഗ പദ ഗരി ഗരി ദാസ. ഒന്നൂടി വായിക്കാം. ഇതാണ് എൻ്റെ ഹമ്മിങ്. അവിടെയും പിയാനോ പദസഗ 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 അങ്ങനെ പോകും. അപ്പോൾ ആദ്യം തൊട്ടും മൂന്ന് ഹമ്മിങ്ങിൻ്റെ 3 പോർഷൻ വായിക്കും ഒരുമിച്ച്. ഇതാണ് ഹമ്മിങ്. ഒരു തവണ കൂടി വായിക്കാം. എന്നിട്ട് വായിക്കാം. ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ആ പദസഗ പദസഗ പദസ എന്ന് പിയാനോ കണ്ടിട്ട് 1 2 3 1 2 3 4 1 2 3 1 2 3 4 മിശ്രജാപ്പ് എന്ന് പറയും. ഈ താളം 7 അക്ഷരം. വെസ്റ്റേണിൽ 7/8 എന്നും പറയും. 1 2 3 1 2 3 4 1 2 3 1 2 3 4 7 ബീഡ്സ് വരും, 8 അക്ഷരങ്ങൾ. എന്നിട്ട് താർഷേണായി എന്ന് പറഞ്ഞൊരു ഫോക്ക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് സിത്താറ് പോലെ ഇരിക്കും. അത് ഇങ്ങനെ ബോ വെച്ച് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഹിന്ദുസ്ഥാനി ഇൻസ്ട്രുമെൻ്റാണ്.
അതിൽ ഗ സരി സ പ ദ പ ഗ പ സ സ ദ, ഗ സരി സ പ ദ പ ഗ പ സ സ ദ. ഇങ്ങനെ വരും. ഒന്നിന് വായിക്കാം. അത് കഴിയുമ്പോൾ ഗ്രൂപ്പ് വയലിൻ വെസ്റ്റേൺ. മരി ഗ സരി ദ സ മരി ഗ സ, മരി ഗ സരി ദ സ മരി ഗ സ. എന്നിട്ട് പറയാം മരി ഗ സരി ദ സ മരി ഗ സ. താളം വരുമ്പോ മരി ഗ സരി ദ സ മരി ഗ സ. ഫ്ലൂട്ടിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. ഒന്നുകൂടി വായിക്കാം. അപ്പോൾ അത്രയും ചേർന്ന് വായിക്കുക. ആദ്യം താർഷേന എന്ന് പറഞ്ഞ ഫോക്ക് ഇൻസ്ട്രുമെന്റ്, അത് കഴിഞ്ഞിട്ട് വയലിൻസ്. അത് കഴിഞ്ഞിട്ട് ഫ്ലൂട്ടും ക്ലാരിനെറ്റും കൂടി ചേർന്നിട്ട് വായിച്ചിരിക്കുകയാണ്. ഫ്ലൂട്ട് വായിച്ചിരിക്കുന്ന എൻ്റെ ഹിന്ദുസ്ഥാനി ഗുരുജി ശ്രീ ഗുണസിംഗ് സാറ്, അദ്ദേഹമാണ് ഈ പാട്ടിൽ നിന്നല്ല, ബാബുരാജ മാസ്റ്ററുടെ എല്ലാ പാട്ടുകളും അദ്ദേഹം തന്നെയാണ് ഫ്ലൂട്ട് വായിച്ചിരിക്കുന്നത്. അത് വായിക്കുന്നു. സരി സരി സദ പ ഗ മാദ പ സദ പ, സരി സദ പ ഗ, സരി 2 3 1 2 സദ പ ഗ സദ പ ഗ, സരി 1 2 സദ പ ഗ മാദ പ സദ പ മാദ പ സദ പ. അപ്പൊ ചേർന്ന് പറയുമ്പോ സരി സരിതര രീയാണ് ശരിക്കും. രീ സദ പ ഗ മാദ പ സദ പ. ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ എന്നിട്ട് പറയാം. ഫ്ലൂട്ടും ക്ലാരിനെറ്റും കൂടിയാണ് വായിക്കുന്നത്. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇൻട്രൊഡക്ഷൻ മ്യൂസിക്. മുഴുവനായിട്ട് ഞാൻ ഫ്ലൂട്ടിൽ വായിക്കാം. ആദ്യം താർഷേനായി 2 ബാർ, പിന്നെ 2 ബാർ ഗ്രൂപ്പ് വയലിൻസ്, പിന്നെ അവസാനത്തെ 2 ബാർ ഫ്ലൂട്ടും ക്ലാരിനെറ്റും കൂടി ചേർന്ന് മുഴുവനായിട്ട് വരുമ്പോൾ 1 2 3 1 2 3 4. അങ്ങനെ വരും. ഇനി പല്ലവിയിലേക്ക് വരുമ്പോൾ സുരുമയെഴുതിയ മിഴികളെ ഗപ പാപ സുരുമ ഗപ പാപ ദസസാരി ഗഗ എഴുതിയ ദസസ രിഗഗ തീയ ഗപ പ ദസസ രിഗഗ സുരുമയെഴുതിയ. മേഴികളെ ഗമദ പമഗ ഗമദ പമ ഗമദ പമഗ ഗമദ പമഗ. ചേർത്ത് സുറുമെഴുതിയ മിഴികളെ വായിക്കാം. ഗപ പ പ ദസ സാരി ഗഗ ഗമദ പമഗ. ഒന്നിട്ട് വായിക്കാം.
മധുര ആ പ്ര എടുക്കുന്നത് എന്തായിരുന്നു ഗമഗരി ഗമഗരി. തേൻ തുളുമ്പും ഗരി സരി ഗരി ഗരി സാനിദ ഗരി സരി ഗരി ഗരി സാനിദ ഗരി സരി ഗരി ഗരി സാനിദ തേൻ തുളുമ്പും. പ്രണയമധുര തേൻ തുളുമ്പ് ഒരുമിച്ച് ഞാൻ വായിക്കാം. ഒന്നുകൂടി വായിക്കാം. സൂര്യകാന്തി ഗപദസനേദ ഗപദസനേദ അവിടെ ചരിനി ഗപദസനേദ ചരിനി വരും ഹാഫിനോട് ഗപദസനേദ സൂര്യ മഗപദ കാന്തി കാന്തി മഗപദ ഗപദശനേദ മഗപദ സൂര്യകാന്തി. ആ സൂര്യ എന്നുള്ളത് ഫാസ്റ്റ് പോകും. ഗപദശനേദ സൂര്യകാന്തി. പൂക്കളെ ഗരി സാനി പദപ ഗരി സാനി പദപ. പൂക്കളെ ഇവിടെ ടച്ച് ഏഴാമത്തെ ഹോൾ വേണം, എന്നാലേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഗരി സാനി സാനി പദപ. നീ ഇതിൽ അടച്ച നീ വരും. ഈ നീ ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെയും വായിക്കാം. അപ്പൊ അതിന്റെ ഫ്ലോ പോവും. ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റിയാൽ അതാണ് നല്ലത്. ഒന്നുകൂടി വായിക്കാം. അപ്പോൾ ഇങ്ങനെ 2 തവണ വരും സുറുമെഴുതിയ മിഴികളെ. അപ്പോൾ രണ്ടാമത് രണ്ടാമതും ഗമഗരി ഗമക എന്നൊക്കെ പാടിയിട്ടുണ്ട്. ഗമക ഗമക ഗമഗരി ഗമക 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 അങ്ങനെയും വായിക്കാം. ഗമക 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 ചെരി ഗമക 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 അനുസ്വരങ്ങളാണ് അതൊക്കെ. രണ്ട് തവണ കണ്ട് സുറുമായെഴുതിയ മിഴികളെ ഗമക 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 എന്ന് വരും. ഗപ പ ദസ സാരി ഗ ഗമദ പമ ഗമക ഗമക ഗമദ പമ ഗമക 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 ഗരി ഗോല്യ ഗമക 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 എന്ന് വരും. അവസാനം സൂര്യ അങ്ങനെ അനുസരണം വരും. ഇതാണ് ഇതിൻ്റെ പല്ലവിയുടെ പൂർണ്ണരൂപം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത്
മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിലേക്കും എത്തിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് ഈ പ്രോഗ്രാം തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതിലിപ്പോൾ ലൈക്കും സബ്സ്ക്രൈബിങ്ങും ഷെയറിങ്ങും എല്ലാം വളരെയധികം കുറവാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇത് അധികം നാൾ ചിലപ്പോൾ തുടരാൻ സാധിക്കില്ല. നിങ്ങളെന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം എന്നും കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം എന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.